കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ശുശ്രൂഷയുടെ 125 എപ്പിസോഡാണ് ഇന്ന് രാവിലെ നാം കേൾക്കുന്നത്. 125 ദിവസങ്ങൾ മുടങ്ങാതെ ദൈവവചനം പ്രഭാതങ്ങളിൽ നമ്മുടെ ഭവനങ്ങളിലേക്ക് എത്തിക്കുവാൻ ദൈവമായ കർത്താവ് ഒരുക്കിയ ഈ മുഖാന്തരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തിരുസന്നിധി എന്നുള്ള ഒരു ശുശ്രൂഷ അതിരാവിലെ നാം ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ നമ്മുടെ പേഴ്സണലായിട്ടുള്ള പ്രാർത്ഥനയും വചന പഠനവും നാം ദൈവസന്നിധിയിൽ ഓരോ പ്രഭാതങ്ങളിൽ കുടുംബയാഗമെടുത്തിൽ നാം ദൈവമാകെയുള്ള ആരാധനകളും പ്രാർത്ഥനകളും അഭയാദനകളൊക്കെ അർപ്പിച്ചതിന് ശേഷമുള്ള സമയം ഇപ്രകാരമുള്ള മീഡിയയിൽ കൂടി കേൾക്കുന്ന ദൈവവചന പഠനങ്ങൾ കേവലം ഇത് പഠനങ്ങൾ മാത്രമല്ല, ഓരോ പ്രഭാതത്തിലുള്ള ആത്മീയ വെളിപ്പാടുകളാണ്. കർത്താവിൽ നിന്ന് പ്രാപിച്ച് നൽകുന്ന ദൂതുകളാണ്. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയുള്ള ഒരു പ്രവചന ശബ്ദമാണ്. നിങ്ങളെ കർത്താവിലേക്ക് മാത്രം നയിക്കുന്ന തിരുവചനത്തിന്റെ മൊഴികളാണ്, നിത്യജീവന്റെ ദൂതുകളാണ്. ഇതിൽ യാതൊരു കലർപ്പില്ല, വ്യാജങ്ങളില്ല, ഫോഷ്കുകളില്ല. ദൈവിക വിശുദ്ധിയിൽ അതിന്റെ തനിമ ഒട്ടും നഷ്ടപ്പെടാതെ വിശ്വാസ ജീവിതത്തിനെ മാറ്റി വർദ്ധിപ്പിക്കുന്ന നിത്യതയുടെ വെളിപ്പാടിൽ നിങ്ങളെ കൊണ്ടെത്തിക്കുന്ന വചനദൂതുകളാണ് ഓരോ പ്രഭാതങ്ങളും നാം കേൾക്കുന്നത്. ഇതൊരു കാലഘട്ടത്തിന്റെ ദൈവശബ്ദമാണ്, പ്രവാചക അരുളപ്പാടുകളാണ്. ഈ തലമുറയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ഒരു ശേഷിപ്പിന്റെ സന്ദേശമാണ്. നിശ്ചയമായും ഇതിൽ മാനുഷികമായ അംശങ്ങളോ മറ്റെന്തെങ്കിലും പ്രേരണകളോ താല്പര്യങ്ങളോ ഇഷ്ടങ്ങളോ ഇല്ല. ഞാൻ ഈ പറഞ്ഞതിന്റെ സാരം, ഈ ശുശ്രൂഷ ദൈവത്തെ ആശ്രയിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നാം ഒരുമിച്ചാണ് ഒരു കുടുംബത്തിൽ അംഗങ്ങളെന്ന പോലെ നാം കർത്താവിൽ നിന്ന് കൈക്കൊള്ളുന്ന വചനത്തിന്റെ ആഴമേറിയ ഈ സത്യങ്ങൾ നിങ്ങളെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി തീർക്കുവാൻ ഇടയാക്കി തീർക്കും. നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ചിന്തകൾ വിശുദ്ധീകരണം ഒരു ദൈവിക പദ്ധതിയാണ്. നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിന്റെ മനോഹാരിത എന്ന് പറയുന്നത് ക്രിസ്തുവിലുള്ള നിങ്ങളുടെ വിശുദ്ധിയാണ്. ലോകത്തോടുള്ള നിങ്ങളുടെ സന്ദേശം ക്രിസ്തു നിങ്ങളിലൂടെ ജീവിക്കുന്നതാണ് എന്നൊക്കെ നാം ഈ ദിവസങ്ങളിൽ പഠിച്ചു കഴിഞ്ഞു. നാം ധാരാളം പ്രാവശ്യം വിശുദ്ധീകരണത്തെക്കുറിച്ച് പ്രഭാതങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. ഒരിക്കലും അവഗണിക്കാൻ കഴിയാത്ത ഒരു വേദശാസ്ത്രപരമായ മേഖലയാണ് സാന്റിഫിക്കേഷൻ. അപ്പോൾ തന്നെ സാന്റിഫിക്കേഷൻ എന്താണ്, പ്യൂരിഫിക്കേഷൻ എന്താണ്, ഇതെല്ലാം നാം ചിന്തിച്ചു കഴിഞ്ഞു. വിശുദ്ധീകരണം ഒരു അവസ്ഥയാണെങ്കിൽ ശുദ്ധീകരണം ഒരു പ്രക്രിയയാണ്, ഒരു പ്രോസസ്സാണ്. നാം ദൈവിക വിശുദ്ധിയിൽ വളരുവാൻ അല്ലെങ്കിൽ ദൈവ സ്വഭാവത്തിലേക്ക് നാം നയിക്കപ്പെടുവാൻ വീണ്ടും വചനത്തിന്റെ വെളിപ്പാടുകൾ, അതിന്റെ ഉൾക്കാഴ്ചകൾ, ദൈവാത്മാവ് നൽകുന്ന വെളിപ്പാടിന്റെ പുതിയ വാതായനങ്ങൾ തുറന്ന് നിങ്ങളെ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്, തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക്, കൃപയിൽ നിന്ന് കൃപയിലേക്ക് വളർത്തിയെടുക്കുവാൻ ഈ ദൂതുകൾക്ക് കഴിയും എന്നുള്ളതിന് രണ്ട് പക്ഷമില്ല. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ വളരെ മനോഹരമായ ഒരു വാക്യം നമ്മുടെ വിശുദ്ധികരുമായി ബന്ധപ്പെട്ട് കാണുവാൻ കഴിയും. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം കർത്താവിന്റെ മഹാപുരോഹിത പ്രാർത്ഥനയാണ്, ഹൈ പ്രീസ്റ്റ്ലി പ്രേയർ. കർത്താവിന്റെ പല പ്രാർത്ഥനകൾ നമുക്ക് വേദപുസ്തകത്തിൽ പഠിക്കാൻ കഴിയും. ഗിരിപ്രഭാഷണത്തിൽ യേശുക്രിസ്തു ധാരാളം സന്ദേശങ്ങൾ, പർവ്വത പ്രസംഗം എന്ന രീതിയിൽ മലമുകളിലെ പ്രസംഗം എന്ന് പറഞ്ഞതിന് ശേഷം പ്രാർത്ഥനയോടുകൂടി അത് ഉപസംഹരിക്കുമ്പോൾ അവിടെ ലോർഡ്സ് പ്രേയർ, കർത്തൃ പ്രാർത്ഥന, സ്വർഗസ്ഥനായ പിതാവിനെ അഡ്രസ് ചെയ്തുകൊണ്ടുള്ള പ്രാർത്ഥനയുടെ എക്കാലത്തെ നല്ല മാതൃക. ഞാൻ പറഞ്ഞു വരുന്നത് ലോർഡ്സ് പ്രേയർ അല്ല, ഹൈ പ്രീസ്റ്റ്ലി പ്രേയർ. കർത്തൃ പ്രാർത്ഥന വേറെ, ക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥന വേറെ. പർവ്വതമുകളിലെ പ്രസംഗത്തിൽ യേശു ഒരു പുരോഹിതന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടല്ല പ്രാർത്ഥിക്കുന്നു. അത് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള എക്കാലത്തെയും നല്ലൊരു മോഡൽ പ്രേയർ ആണ്. നാം എന്നും അതുപോലെ പ്രാർത്ഥിക്കണമെന്നല്ല, അത് പ്രാർത്ഥിക്കുന്നതിനും തെറ്റില്ല. ആ പ്രാർത്ഥനയിലും വളരെ പ്രാധാന്യമുള്ള ഘടകങ്ങൾ കർത്താവ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. സ്വർഗസ്ഥനായ പിതാവേന്ന് തുടങ്ങി രാജ്യവും ശക്തിയും മഹത്വമെല്ലാം ആ പിതാവിന്റെ സന്നിധിയിൽ അർപ്പിക്കുന്ന, അല്ലെങ്കിൽ സ്വർഗത്തിൽ തുടങ്ങി മഹത്വത്തിൽ അവസാനിപ്പിക്കുന്ന പ്രാർത്ഥന. അതിന് മനുഷ്യന്റെ ആവശ്യങ്ങളും ഘടകങ്ങളും ഒക്കെ വളരെ നിസ്സാരമായി ചെറുതായിട്ട് മാത്രമേ അത് ഉൾക്കൊള്ളിക്കുന്നുള്ളൂ. സ്വർഗസ്ഥനായ പിതാവേന്നും അങ്ങയുടെ രാജ്യമെന്നും അങ്ങയുടെ ഇഷ്ടമെന്നും ദൈവമഹത്വമെന്നും ബഹുമാനം, പുകഴ്ചയും, ആരാധന, സ്തുതി എല്ലാം അങ്ങേക്ക് മാത്രമാണെന്നും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥന അവസാനിപ്പിക്കുമ്പോൾ എല്ലാ തലമുറയിലുമുള്ള, എല്ലാ നൂറ്റാണ്ടിലുമുള്ള ദൈവമക്കൾക്ക്, ദൈവജനത്തിന്, വിശ്വാസ സമൂഹത്തിന് ആ പ്രാർത്ഥന ഒരു അനുഗ്രഹമാണ്. ഞാൻ ആ പ്രാർത്ഥന ഒരു തെറ്റും കാണുന്നില്ല. എല്ലാവരും ഒന്നായി കാണാറുണ്ട്, എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ടുണ്ട്. ഞങ്ങൾക്ക് ആവശ്യമുള്ളത്, എൻ്റെ ആവശ്യം, എൻ്റെ ഇഷ്ടം, എൻ്റെ അഭിലാഷം എന്നല്ല, ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളും ഒന്നായി കാണുവാൻ, ശത്രുക്കളില്ലാത്ത, അകലങ്ങളില്ലാത്ത, ദൂരങ്ങളില്ലാത്ത എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നു. അതിനകത്ത് സ്നേഹവും ക്ഷമയും ഐക്യതയും സമഭാവനയും സാഹോദര്യവും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കർത്താവിന്റെ പ്രാർത്ഥന. ആ ഭാഗത്തേക്ക് നാം ഇപ്പോൾ പോകുന്നില്ല. അവിടെ ദുഷ്ടനും പിശാചും പോരാട്ടങ്ങളും എല്ലാം ആ പ്രാർത്ഥനയുടെ ഏറ്റവും താഴെയാണ്, ഏറ്റവും അവസാനമാണ്. ആ പ്രാർത്ഥനയിൽ വലിയ പ്രയോറിറ്റി കർത്താവ് വെളിപ്പെടുത്തുകയാണ്. നമുക്കത് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം ഭൂമിയിൽ വരുന്നത് പോലെ, നിങ്ങളുടെ കുടുംബത്തിലേക്ക് സ്വർഗം ഇറങ്ങി വരുന്നത് പോലെ, അല്ലെങ്കിൽ സ്വർഗീയ മഹത്വത്തിലേക്ക് നിങ്ങൾ ലയിച്ചു ചേരുന്നത് പോലെ, ദൈവസാന്നിധ്യം നിങ്ങളുടെ വീട്ടിൽ വന്ന് നിറഞ്ഞ് കവിയുന്നത് പോലെ തോന്നുമോ പ്രാർത്ഥന? എന്നാൽ യോഹന്നാൻ 17-ലും കർത്താവിന്റെ ഹൈ പ്രീസ്റ്റ്ലി പ്രേയർ നാം ഒന്നുകൂടി ആ അധ്യായം പഠിച്ച് ധ്യാനിക്കുമ്പോൾ വിശുദ്ധീകരണത്തെ സംബന്ധിച്ച് ഒരു വലിയ പാഠഭാഗം. പലപ്പോഴും നമ്മ എത്രമാത്രം അതിനെ ആഴങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അവിടെ എഴുതിയിരിക്കുന്നത് 17-ന്റെ
19 വാക്യം, അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. പ്രിയമുള്ളവരെ, എന്റെ കാഴ്ചപ്പാടിനെ, എന്റെ മേലുള്ള ദൈവ നിയോഗത്തെ പോലും എനിക്കൊരു അത്ഭുതമായ മാറ്റത്തിലേക്ക് നയിച്ച ഒരു വചനമാണ് 19 വാക്യം. അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കും. ഇതാരെക്കുറിച്ച് പറയുന്നു? യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ 1 കർത്താവ് തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, 2 താൻ തെരഞ്ഞെടുത്ത ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, 3 ഈ വചനം കേട്ട നാളുകളിൽ വിശ്വസിക്കാനുള്ള ഒരു വലിയ ശിഷ്യ സമൂഹത്തെ കണ്ടുകൊണ്ട് കർത്താവ് അന്ന് പ്രാർത്ഥിച്ചു. അല്ലെങ്കിൽ എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്റെ പ്രാർത്ഥനയിൽ എന്നെയും നിങ്ങളെയും ഉൾക്കൊള്ളിച്ചു. എത്ര വലിയ ശ്രേഷ്ഠമായ കാര്യം! ഈ വചനം നമുക്ക് പഠിക്കുമ്പോൾ ആശ്ചര്യമായി തോന്നും. കർത്താവിന്റെ മനോഭാവം, ഈ വചനം കേട്ട് തന്നിൽ വിശ്വസിക്കാൻ ഇരിക്കുന്നവർക്ക് വേണ്ടി എത്രയോ തലമുറകൾ വന്നു കഴിഞ്ഞു. കഴിഞ്ഞ 20 നൂറ്റാണ്ടുകളായി, 2000 വർഷമായി നിരവധി തലമുറകൾ ഈ ഭൂമിയിൽ ജനിച്ചു, ജീവിച്ചു, മൺമറഞ്ഞു പോയി. ഇനി എത്ര ജനിക്കാനിരിക്കുന്നു? അതിൽ കർത്താവിനെ അറിഞ്ഞവർക്ക് വേണ്ടിയുള്ള ഒരു വലിയ പ്രാർത്ഥന. എന്താണ് ആ പ്രാർത്ഥനയിൽ കർത്താവ് ഊന്നൽ നൽകിയിരിക്കുന്നത്? ഞാൻ വിശുദ്ധീകരിക്കപ്പെടുവാൻ കർത്താവ് എനിക്ക് വേണ്ടി എന്നെ പ്രതി കർത്താവ് തന്നെ വിശുദ്ധീകരിക്കുന്നു. കാരണം ഞാൻ കർത്താവിന്റെ വിശുദ്ധിയിൽ നിലനിൽക്കുവാൻ കർത്താവ് എനിക്ക് വേണ്ടി കർത്താവിനെ വിശുദ്ധീകരിച്ച് എനിക്ക് നൽകുകയാണ്. കാരണം ഈ ഞാനെന്ന് പറയുന്ന വ്യക്തി മാറുവാൻ, അല്ലെങ്കിൽ രൂപാന്തരപ്പെടുവാൻ, ദൈവിക സ്വഭാവത്തിലേക്ക് നയിക്കപ്പെടുവാൻ സാധ്യമാകാത്ത ഒത്തിരി ഘടകങ്ങളും താല്പര്യങ്ങളും ചിന്താഗതികളും മനോഭാവങ്ങളും ഇഷ്ടങ്ങളൊക്കെ ഉള്ള ആളാണ്. പക്ഷേ അവിടെ കർത്താവ് ചെയ്യുന്നത് എനിക്ക് വേണ്ടി എന്നെ പ്രതി തന്നെ വിശുദ്ധീകരിച്ച് എനിക്ക് വേണ്ടി നൽകുകയാണ്. ഏതെങ്കിലും പർവ്വത മുകളിൽ കയറി നിന്നുകൊണ്ട്, ഉന്നത പീഠത്തിൽ ഇരുന്നു കൊണ്ട്, അല്ലെങ്കിൽ താഴ്വരെ നിൽക്കുന്ന ശിഷ്യഗണങ്ങളോട് ഒരു ഗുരു ഉയർന്ന പീഠത്തിൽ ഇരുന്നു കൊണ്ട് എന്നെപ്പോലെ ആകണമെന്ന്, അല്ലെങ്കിൽ എന്റെ വാക്ക് കൈക്കൊള്ളണമെന്ന്, നിങ്ങൾ എന്നെ അനുഗമിക്കണമെന്ന് ഉള്ള ഒരു തത്വശാസ്ത്രത്തിന്റെ ചിന്താഗതികൾ താൻ പകർന്നു നൽകിയല്ല. എന്നിൽ വസിച്ച് എനിക്ക് വേണ്ടി കർത്താവ് തന്നെ വിശുദ്ധീകരിച്ച് എനിക്ക് നൽകുകയാണ്. പ്രിയമുള്ളവരെ, അടുത്തൊരു വചനം എബ്രായ ലേഖനം 2:11 അതുപോലെ നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വചനമാണ്. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. ഈ വാക്യം നിങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ വിശുദ്ധീകരിക്കുന്നവൻ, അടുത്തത് വിശുദ്ധീകരിക്കപ്പെടുന്നവർ. ഞാൻ ഈ 2 വാക്യങ്ങളൂടെ ഒന്ന് സംയോജിപ്പിച്ച് പറഞ്ഞാൽ, എന്റെ വിശുദ്ധി എന്ന് പറയുന്നത് കർത്താവ് തന്നെയാണ്, കർത്താവ് മാത്രമാണ്. അതാണ് ഈ ദിവസങ്ങളൊക്കെ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിശുദ്ധനാകണമെന്ന്, നീതിമാനാകണമെന്ന് എന്നേക്കാൾ ആഗ്രഹം കർത്താവിനാണ്. അതെന്റെ പ്രവർത്തിച്ച് ഞാൻ നീതിമാനായി തീരുകയല്ല, എന്റെ യോഗ്യതകൾ എന്നെ നീതിമാനെന്ന് എണ്ണുകയല്ല, എന്റെ സൽപ്രവൃത്തികളും നല്ല സ്വഭാവവും എനിക്ക് വിശുദ്ധൻ എന്നുള്ളൊരു പദവി സമ്മാനിക്കുകയല്ല, കർത്താവ് തന്നെ എന്റെ വിശുദ്ധിയായി മാറുകയാണ്. അവിടെ ഞാൻ ഇല്ലാതായി, ഞാനെന്ന് പറയുന്ന ഒരു ഘടകം അവിടെ ഒരിക്കലും നിലനിൽക്കാതെ എല്ലാം ക്രിസ്തു എനിക്ക് വേണ്ടി ആയിത്തീരുകയാണ്. അതാണ് നാം ഈ ദിവസങ്ങളൊക്കെ ഒത്തിരി പ്രാവശ്യം ചിന്തിച്ചു. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി എല്ലാം ആയി തീർന്നു. 1 കൊരിന്ത്യർ 1:30 ജ്ഞാനമായി തീർന്നു, വീണ്ടെടുപ്പായി തീർന്നു, നീതിയായി തീർന്നു, ശുദ്ധീകരണമായി തീർന്നു. എന്റെ വിശുദ്ധീകരണവും ശുദ്ധീകരണവും എല്ലാം കർത്താവാണ്. ആ കർത്താവിലേക്ക് ഞാൻ നോക്കുമ്പോഴാണ് എന്റെ അയോഗ്യതകളും എന്റെ പോരായ്മകളും എന്റെ അപൂർണതയും എല്ലാം എനിക്ക് മനസ്സിലായി. അവിടെയാണ് ഞാൻ കർത്താവിനെ പോലെ ആകുവാനുള്ള എന്റെ വെമ്പല്, വാഞ്ച, ആഗ്രഹം, അഭിലാഷം, ഇച്ഛ വർദ്ധിക്കുന്നത്. അല്ലാതെ എന്നെ നന്നാക്കുന്നത് നിയമങ്ങളല്ല, കൽപ്പനയല്ല, ആരുടെയെങ്കിലും പ്രസംഗമല്ല, നീതിശാസ്ത്രമല്ല, ധാർമ്മിക ഉപദേശങ്ങളല്ല. എന്നെ നന്നാക്കുന്നത് മറ്റ് യാതൊരു സംഹിതകളല്ല, കർത്താവ് മാത്രമാണ്. ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നിടത്താണ് ഞാൻ വിശുദ്ധിയിൽ തുടരുവാൻ, ജീവിക്കുവാൻ, വിശുദ്ധീകരണത്തിന്റെ ഫലം എന്നിൽ നിന്ന് വെളിപ്പെടുവാൻ ഇടയാകുന്നത്. അതിനുവേണ്ടി നമ്മളെ പരിശുദ്ധാത്മാവ് സഹായിക്കും. പരിശുദ്ധാത്മാവിന് മാത്രമേ കർത്താവിനെ നമ്മുടെ ലൈഫിലേക്ക് വെളിപ്പെടുത്തുവാൻ, പരിശുദ്ധാത്മാവ് എപ്പോഴും കർത്താവിനെ നമ്മുടെ ലൈഫിലേക്ക് അധികമായി നൽകിക്കൊണ്ടിരിക്കും. ഇനി പ്രിയമുള്ളവരെ, എബ്രായ ലേഖനം തന്നെ നമ്മുടെ കാഴ്ചപ്പാടിനെ മാറ്റുന്ന അവസാനത്തെ ഒരു വാക്യം പറഞ്ഞുകൊണ്ട് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം. 10:10 ആ വാക്യം ഇങ്ങനെയാണ്: ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. നമ്മളതിന്റെ തുടർമാനമായ ക്രമത്തിൽ പഠിച്ചാൽ ഈ വാക്യം ആദ്യം പറയേണ്ടതായിട്ട് വരും. യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ദൈവ മുമ്പാകെ നാം വിശുദ്ധരാണ്. അതാണ് ലേഖനങ്ങളെല്ലാം എഴുതുമ്പോൾ കൊരിന്ത്യയിലുള്ള വിശുദ്ധന്മാർക്ക്, എഫെസോസിലുള്ള വിശുദ്ധന്മാർക്ക്, തെസ്സലോനിക്കയിലുള്ള വിശുദ്ധന്മാർക്ക്, സഭയുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഒത്തിരി പോരായ്മകളും കുറവുകളും അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ജീവിത ശൈലികളും പ്രവൃത്തി ദോഷങ്ങളും ക്രമീകരിക്കേണ്ടതായിട്ടുള്ള ഒത്തിരി സംഗതികളും ചില ക്രമക്കേടുകളും ഒക്കെ, പക്ഷെ അതിനാവശ്യമായിരിക്കുന്ന അച്ചടക്കങ്ങളും ശാസനകളും ശിക്ഷണ രീതികളും ഒക്കെ പ്രായോഗികമായി അപ്പോസ്തലൻ നൽകുന്നുണ്ട്. പക്ഷേ പിതാവാം ദൈവം യേശുക്രിസ്തുവിൽ കൂടി എന്നെ ഇപ്പോഴും കാണുന്നത്, ആ യാഗത്തിൽ കൂടി എന്നെ ദർശിക്കുന്നത് ഞാൻ വിശുദ്ധനായിട്ടാണ്. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്: യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് നമ്മുടെ പ്രാർത്ഥന മുറിയിൽ ഇത് വചനം കേൾക്കുമ്പോൾ ആമേൻ പറഞ്ഞ് വിശ്വാസത്തിൽ വചനം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് വചനത്തെ ഇത് സ്വീകരിക്കാൻ പ്രിയമുള്ളവരെ, ആ വിശുദ്ധി നിങ്ങളുടെ സ്വഭാവമായി മാറട്ടെ. ആ കർത്താവുള്ള സ്നേഹമാണ് നിങ്ങൾ വിശുദ്ധിയിൽ നിലനിർത്തുന്നത്. ഒരിക്കലും ആ സ്നേഹം വിട്ട് നിങ്ങളുടെ ഇഷ്ടങ്ങളിലേക്ക് ഓടുവാനോ നിങ്ങളുടെ ഇഷ്ടങ്ങളിൽ ജീവിക്കുവാനോ ഒരിക്കലും ഇനിയും ഇടവരാതെ വണ്ണം കർത്താവുമായിട്ടുള്ള നമ്മുടെ ആ ബന്ധം വർദ്ധിപ്പിക്കുവാൻ ഈ വചനങ്ങൾ ഇടയായി തീരട്ടെ. ഗോഡ് ബ്ലെസ് യു.